ഹായ് ഹലോ നമസ്കാരം. ഞാനൊരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ വളരെ മടിയായിട്ടാണ്. അപ്പൊ അങ്ങനെ ഇന്നൊരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് തോന്നാൻ കാരണം നമ്മുടെ അവി എന്ന് പറയുന്ന ചാനല് എത്ര പേർക്ക് അറിയില്ല, അവി വ്ളോഗ്സ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇവിടെ. എന്താ പറയുക, യൂട്യൂബിൽ സജീവമായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാറി നിൽക്കുവാണ്. തേച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെൺകുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, ഇനി ആ പ്രൊഫൈലിൽ പോയി കിടന്ന് ചിലക്കേണ്ട. അപ്പൊ അതിനകത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ട്. ആ പെൺകുട്ടി ഇതിനൊക്കെ വിദേശത്തോ മറ്റോ പോയി, എനിക്ക് തോന്നുന്നു വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ആയിരിക്കണം. അങ്ങനെ ഒരു ഇഷ്യൂലൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു കോണ്ടന്റ് എടുത്ത് ഇന്നലെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിലും ബെറ്റർ അവി എന്ന് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ യാത്ര, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഏത് രീതിയിലായിക്കോട്ടെ, ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ ഒരു മനുഷ്യനാകെ തളർന്നു പോകും. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇനി ആ ബ്രേക്കപ്പിന്റെ കാര്യം നമുക്ക് പറഞ്ഞു തീർക്കാം. അപ്പൊ ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നു വിദേശത്ത് പോയി ഇത്തിരി പൈസയൊക്കെ ആയപ്പോൾ എന്തോ ഇവര് തമ്മിലുള്ള എന്തോ അഭിപ്രായ വ്യത്യാസം കാരണം. അത് മാത്രമല്ല, ഇന്ന് അവിയിട്ട ഒരു വീഡിയോ ഒരു സഹായത്തിന്റെ ശിവഗംഗ എന്ന് പറയുന്ന ഒരു കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ അതിനൊപ്പം തന്നെ അവിയുടെ ആ ഒരു നല്ല മനസ്സ് അവി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിയുടെ പഴയ ഗേൾ ഫ്രണ്ടിനെ ഒരു രീതിയിലും മോശമായിട്ട് നിങ്ങൾ പോയി കമന്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവി എന്ന് പറയുന്ന വ്യക്തി ഏക്കും കൂടെ അതൊരു മനസ്സിന് ഭയങ്കര വിഷമം, ഞാൻ കാരണമാണല്ലോ അവൾ അനുഭവിക്കുന്നത്. ഇതാണ് സ്നേഹം. റിയലായിട്ട് അവിയെപ്പോലുള്ള മനുഷ്യർക്ക് ഉള്ള ഈ ഒരു വികാരത്തിന്റെ പേരാണ് സ്നേഹം. ശരിക്കും നേടിയെടുക്കുന്നത് മാത്രമല്ലടോ പ്രേമം എന്ന് പറയുന്നത്. ശരിക്കും നല്ല പ്രേമം വിട്ടുകൊടുക്കുന്നതും കൂടാണ്. നേടിയെടുക്കുന്നതിന് മാത്രമാണ് പ്രണയം എന്ന് പറയുന്നതും. തേപ്പൊന്നൊന്നുമില്ല, സിറ്റുവേഷൻ. തേപ്പെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനനുസരിച്ച് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഇതൊന്നും അംഗീകരിച്ചു തരാൻ പോലും പലർക്കും പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് നല്ലത് വരുവാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തേക്കണം. അവർക്ക് അതിലും നല്ലതാണ് ചോയ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കണം. അവിടെയാണ് ശരിക്കും ഒരു പ്രണയം ഉണ്ടാവുന്നത്. പിന്നെ ഈ പ്രേമിക്കുന്നവരെ കൊല്ലുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അറിയില്ല, അങ്ങനെ മനുഷ്യരുണ്ട്. ഒരിക്കലെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അസഭ്യം പറയുക, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോന്ന് ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ ടോക്സിസിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതല്ല നമ്മുടെ ശരിക്കുള്ള വിഷയം. നമ്മുടെ ശിവഗംഗ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഞാനിവിടെ വെച്ചിരിക്കാം. അതിൻ്റെ ഗൂഗിൾ പേയും മറ്റുമൊക്കെ. ആ കുട്ടിക്ക് ഹേർട്ടിന് കുറച്ച് കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ അവി ഇപ്പോൾ വന്നപ്പോൾ നമ്മളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിയുടെ ചാനൽ ഞാൻ കുറച്ച് മുമ്പേ കാണുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഒരു വർഷമായിട്ട് കാണുന്നില്ലായിരുന്നു. ഞാൻ ഒരിക്കലും റിയാക്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അവിയുടെ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത്. എത്ര പേര് അവിയെ അറിയും എന്നെനിക്ക്, നമ്മുടെ ചാനൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള അവിയുടെ ചാനൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ ആ ഒരു ചാനലിലൂടെ ശിവഗംഗ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്. ആ ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടപ്പോൾ ഇനിയൊരു 10-15 ദിവസത്തിനകം തന്നെ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ആവശ്യമുണ്ട്. 10-15 ലക്ഷം രൂപയും കൂടെ ആവശ്യമുണ്ട്. ഈ പറയുന്നൊരു 24 ന്യൂസ് സഹിതം പോയി ചെയ്ത ഒരു വിഷയമായിരുന്നു, ഈ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എത്ര പേരിൽ എത്തിയെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാര്യം എനിക്ക് ശിവഗംഗ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇതിനെക്കാട്ടിൽ അവി ചെയ്ത ഒരു വീഡിയോ അതിന് ഹെൽപ്പ് ചെയ്യണം. അതായത് അയാൾ അത്ര ജെന്യൂനാണ്. അപ്പൊ ആ രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ശിവഗംഗയുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുന്നു. ഒപ്പം തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന കുഞ്ഞു സഹായങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു സഹായം, അതൊരു ഗൂഗിൾ പേ ആയിട്ടായാലും അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയായാലും എന്തായാലും നിങ്ങൾ ചെയ്യണം. ഞാനിവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ വെച്ചേക്കാം. പിന്നെ അവിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാനത്
കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ തന്നെ പോയി കണ്ട് അവിയെ നിങ്ങൾ മനസ്സിലാക്കുക, അവി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവി കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആ കുട്ടിയെ പറ്റി പറയുന്നുണ്ട്. നല്ലൊരു പെൺകുട്ടിയാണ്. അതിന് യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ അവിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കും കൂടെ ബോധ്യമായതിനു ശേഷം, ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്കും കൂടെ ബോധ്യമായതിനു ശേഷം നിങ്ങൾ പറ്റുന്ന സഹായം ചെയ്യണം. ഒരു സഹായം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് വല്ലതും കിട്ടുവാണെങ്കിൽ അതും ആ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതും നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് കിട്ടുന്നത്. അത് $1 ആണെങ്കിൽ അത് നമുക്ക് അത്രയൊക്കെ കിട്ടാറുള്ളൂ. $1-2 കിട്ടാറുള്ളൂ. $2 ആകുമ്പം അത്രയും അത് നമ്മൾ കൊടുക്കും. അത്രയും നമുക്ക് പറയാം. പിന്നെ എന്താ പറയുന്നത്, അഭി ആദ്യം പറഞ്ഞ കണക്ക് അല്ല, അഭി ഈ വീഡിയോയിൽ പറയുന്നവര് തന്നെ നിങ്ങളൊരിക്കലും ഒരാളെയും പോയി അയാളെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് രണ്ടുപേർക്കും ഓക്കെ ആയതിനു ശേഷമാണ് ഇത് ചെയ്യുന്നത്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെങ്കിലും, പരസ്പരം ഓക്കെ ആണെങ്കിൽ പോലും ബ്രേക്കപ്പ് ഒരു ചെറിയ ഡ്രോമയാണ്, ഒരു വേദനയാണ്, ഒരു നൊമ്പരമാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം, കുറേ നാൾ കഴിയുമ്പം എല്ലാ വേദനകളും ഒരു ചെറു പുഞ്ചിരിയോടെ ഓർക്കാനുള്ള ഒരു ചെറിയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അതിന് ഒരു നമ്മുടെ കണ്ണ് നിറയിപ്പിക്കുന്ന കുറച്ച് ഓർമ്മകൾ എന്നൊക്കെ പറയാം. പിന്നെ നിങ്ങളുടെയൊക്കെ വിചാരം ഈ കിട്ടുന്നത് മാത്രമാണ് പ്രണയം എന്നൊക്കെയാണ്. അങ്ങനൊന്നുമല്ല. ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം എഴുതുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, 2 ശരീരഭാഗങ്ങൾ ഉരയുന്നതല്ല പ്രണയം. അത് 2 മനസ്സുകളുടെ സംഗമമാണ്. അത് അവിടെ ഈ 2 ശരീരഭാഗങ്ങൾ ഉരഞ്ഞാൽ അത് തീർന്നു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ പഴയ ഒരുപാട് എഴുത്തുകാർ ജനിക്കാൻ കാരണം പ്രണയം തന്നെയാണ്. ആ ഫീലിങ്സ് ആണ് അതിൻ്റെ. അവരാരും ഒരുമിച്ചവരുമല്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. ആ പ്രണയത്തെ അത്ര മനോഹരമാക്കുന്നത് ആ സംഗമം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. സംഗമിക്കുന്നിടത്ത് അതിൻ്റെ അർത്ഥം തീർന്നു എന്ന് തന്നെയാണ്. എന്ന് കരുതി പ്രണയിക്കുന്നവർ ഒന്നാവുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമെന്നല്ല പറയുന്നത്. ബ്യൂട്ടിഫുൾ, കേൾക്കാൻ ഇതുള്ളത്. പക്ഷേ ലൈഫ് അത്രത്തോളം പ്രണയമൊന്നും ആയിരിക്കത്തില്ല. പൂർണ്ണമായും ആ ഒരു പ്രണയത്തിലായിരിക്കത്തില്ല. ഓക്കെ ആയിരിക്കും, പരസ്പരം മനസ്സിലാക്കി ഇത് ചെയ്യുന്നത് ഓക്കെ ആയിട്ട് പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ലൈഫ് ലോങ് നമ്മൾ ശരിക്കും പ്രണയിക്കുന്നത്, നിങ്ങളിപ്പം പ്രണയിച്ചാലും നിങ്ങളുടെ ലൈഫിൽ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഓർത്തിരിക്കാൻ ഒരു ചെറിയ നൊമ്പരമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രണയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആരും ശിവഗംഗയുടെ കാര്യം മറക്കരുത്. നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ചെയ്യുക. പറ്റുമെങ്കിൽ അവിയുടെ ഇത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ കാണുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് പ്രണയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.